രാസലഹരി ഇടപാടിൽ സൂത്രധാരനായ നൈജീരിയൻ യുവാവിനെ ആലപ്പുഴ നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള പോലീസ് നടത്തിവരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടക്കുന്ന ലഹരി കടത്തിനെതിരെയുള്ള ശക്തമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ്. നൈജീരിയക്കാരനായ മുഹമ്മദ് ജാമിയു അബ്ദുൾ റഹീമാണ് അറസ്റ്റിലായത്. 24-കാരനായ മുഹമ്മദ് ജാമിയു അബ്ദുൾ റഹീമിനെയാണ് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 12-ന് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വയനാട് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതിസുരക്ഷാ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന ഇയാളെ നൂറനാട് SHO S. ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത്. 2022-ൽ ഡൽഹി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി വന്ന മുഹമ്മദ് ജാമിയു ഇപ്പോൾ അവസാന വർഷ വിദ്യാർത്ഥിയാണ്. രാസലഹരിക്ക് അടിമയായ ഇയാൾ ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ നൂറനാട് പടനിലത്ത് ജിംനേഷ്യം നടത്തിവന്ന അഖിൽ രാജ് എന്ന യുവാവിൻ്റെ വീട്ടിൽ നിന്നും 50 ഗ്രാം MDMA കണ്ടെടുത്തിരുന്നു. ഈ കേസിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ലഹരിക്കടത്തിലെ മുഖ്യ സൂത്രധാരനായ മുഹമ്മദ് ജാമിയുവിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. ജില്ലാ പോലീസ് മേധാവി M. മോഹനചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂർ DYSP MK വിനുകുമാറിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച അന്വേഷണ സംഘത്തിൽ നൂറനാട് SHO S. ശ്രീകുമാർ, ASI സിനു വർഗീസ് തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.